ബഹളം കേട്ട് ഓടി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് പേഷ്യൻ്റ് അരമണിക്കൂറായിട്ട് അനക്കമില്ലാതെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഷോക്കേറ്റ് ഏകദേശം മരണത്തിന് കീഴടങ്ങിയ മനുഷ്യനെ നമ്മുടെ എമർജൻസിയിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ജീവനക്കാരുടെയും കൃത്യസമയത്ത് ഇടപെടൽ കൊണ്ട് രക്ഷിക്കാൻ സാധിച്ചു. മനുഷ്യരെ രക്ഷിക്കുന്നവരെ നമ്മൾ സൂപ്പർ ഹീറോ എന്നാണ് കഥകളിൽ വിളിക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമ്മുടെ സൂപ്പർ ഹീറോ ഡോക്ടർ ഫെബിൻ. ഇന്നത്തെ ദിവസം നമ്മളൊരു CT റൂമിൽ ഒരു പേഷ്യൻറ്റിൻ്റെ CT റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറത്ത് പല ശബ്ദവും ഒച്ചപ്പാടൊക്കെ കേട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആണ് ഈ സംഭവം അറിയുന്നത്. തുടക്കത്തിൽ എപ്പോഴോ ഒരിക്കൽ ആരോ CPR സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു സംസാരം എവിടുന്നോ നമ്മൾ കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ ബോഡിയൊക്കെ തണുത്തിരിക്കുമായിരുന്നു. എന്നിരുന്നാലും ഒരു ചെറിയൊരു ഹോപ്പ് തോന്നിയുകൊണ്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ടീം മെമ്പേഴ്സും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. CPR വന്ന ഉടനെ നമ്മൾ കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ശ്വാസം, കൃത്രിമമായിട്ടുള്ള ശ്വാസവും നമ്മൾ ഡയറക്റ്റ്ലി ഒരു ട്യൂബ് ഇട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഷോക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സിനാരിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷോക്ക് കൊടുത്ത് വീണ്ടും നമ്മൾ CPR കണ്ടിന്യൂ ചെയ്ത് അറൗണ്ട് ഒരു 45 മിനിറ്റോളം നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരന് ജീവൻ്റെ തുടിപ്പ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്നാണ് നമ്മൾ പിന്നെ വെന്റിലേറ്റർ സഹായത്തോടു കൂടി നെക്സ്റ്റ് 24 ഹവേഴ്സിനകത്ത് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് ആളെ നമുക്ക് മാറ്റാൻ പറ്റും. വിത്തിൻ ഒരു 4 to 5 ഡേയ്സിൽ ആളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. ഒരു ന്യൂറോളജിക്കലി ഒരു ഡെഫിസിറ്റും ഇല്ലാതെ തന്നെ നമുക്ക് ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. പൾസ് കിട്ടിയെന്നറിഞ്ഞപ്പം സാറിൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു? അത് മറക്കാൻ പറ്റാത്തൊരു രംഗമാണ്. കാരണം നമ്മൾ തുടക്കം തൊട്ടേ ഹോപ്പ് ഇല്ലാതെ നിന്നിരുന്ന ഒരു കണ്ടീഷനായിരുന്നു. പിന്നെ ഈ കറണ്ട് അടിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു തിരിച്ച് കിട്ടിയേക്കാമെന്നുള്ള ഒരേ ഒരു ചെറിയൊരു 0.5% ചാൻസ് എടുത്താണ് നമ്മൾ ചെയ്തത്. പക്ഷെ ആ കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ആ ടീമിലുള്ള എല്ലാവർക്കും അത് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ആ പേര് ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അനീഷ് എന്നാണ് ആളുടെ പേര്.